ഹസ്തിനാപുരിയുടെ ചക്രവർത്തിയുടെ കൃപയാൽ വളർന്ന ഇരട്ട കുഞ്ഞുങ്ങളിൽ ഒരുവൻ പിൽക്കാലത്ത് കുരുരാഷ്ട്രത്തിൻ്റെ മഹാഗുരുശ്രേഷ്ഠനായി മാറി. അശ്വങ്ങളുടെ ശക്തിയുള്ള ഒരുവൻ്റെ മാതുലനുമായി ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠനെന്ന ഉത്തമ ഗുരുവായി പ്രപഞ്ചം വാഴ്ത്തിപ്പാടുന്ന ദ്രോണരുടെ സുപത്നി സഹോദരൻ. ഈ വിശേഷണങ്ങളെല്ലാം തന്നെ ഒരാളിൽ നിക്ഷിപ്തമാണ്. ആ വ്യക്തിയാകുന്നു ശ്രേഷ്ഠനായ കൃപർ എന്ന കൃപാചാര്യർ. ധരണിയിലെ ബൃഹത്തായ ഇതിഹാസത്തിൻ്റെ പ്രഥമ പർവമായ ആദിപർവത്തിൽ മുനിശ്രേഷ്ഠനും സപ്തഋഷികളിൽ ഒരാളുമായ ഗൗതമ മഹർഷി, അദ്ദേഹം അപ്സരയായ ഉർവശിയുടെ ഗർവ് ഇല്ലാതാക്കുന്നതിനായി ബ്രഹ്മദേവൻ അതിസുന്ദരിയായ ഒരു കന്യകയെ സൃഷ്ടിച്ചു. ആരാലും അടിമപ്പെട്ടു പോകുന്ന അവളുടെ നാമമാകുന്നു അഹല്യ. ഗൗതമൻ അഹല്യയെ വിവാഹം ചെയ്തു. ഗൗതമ അഹല്യ ദമ്പതിമാർക്ക് ശരദ്വാൻ എന്നൊരു പുത്രൻ പിറവികൊണ്ടു. ശരദ്വാനും ഒരു മഹർഷിയായിരുന്നു. അദ്ദേഹം ധനുർവിദ്യയിൽ അഗ്രഗണ്യനുമായിരുന്നു. വില്ലാളി വീരനായ ശരദ്വാൻ അജയ്യനായി തീരുന്നതിനായി ത്രിമൂർത്തികളെ തപസ് അനുഷ്ഠിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ തപസ് ഇന്ദ്രന് ഭയമുണർത്തി. അജയ്യനായി തീർന്ന ശരദ്വാൻ ദേവലോകവും കീഴടക്കുമോ എന്നതായിരുന്നു ഇന്ദ്രന്റെ ഭയം. തപസ് മുടങ്ങുന്നതിനായി ഇന്ദ്രൻ കണ്ടെത്തിയ മാർഗം എന്തെന്നാൽ ജ്വാലാവതി എന്ന അപ്സരസായിരുന്നു. ജ്വാലാവതിയെ ശരദ്വാന്റെ സമീപത്തേക്ക് അയച്ചു. അവളുടെ സാമീപ്യവും അംഗലാവണ്യവും കാണിച്ച് ശരദ്വാനെ തപസ്സിൽ നിന്നും അടർത്തിയെടുക്കുക എന്നതായിരുന്നു ഇന്ദ്രന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം വിജയിച്ചു. അദ്ദേഹത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ട ബീജം ധരണിയിൽ വീണു. എന്നാൽ തനിക്കുണ്ടായിരുന്ന ഈ മോഹത്തെക്കുറിച്ച് ഓർത്ത് ശരദ്വാനന് തന്നോട് തന്നെ കോപം തോന്നി. അദ്ദേഹം തനിക്കുണ്ടായ ഈ കളങ്കം ഇല്ലാതാക്കുവാൻ ഘോരമായ ബ്രഹ്മചര്യത്തോടു കൂടിയുള്ള തപസ്സിനായി പുറപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിൽ നിന്നും വീണ ആ ബീജം രണ്ടായി വിഭജിച്ചു. അവ ഒരു ആൺകുഞ്ഞും മറ്റൊന്ന് ഒരു പെൺകുഞ്ഞുമായി ജന്മമെടുത്തു. ആ കുഞ്ഞുങ്ങൾ അനാഥമായി കാട്ടിൽ കിടന്നു. അങ്ങനെയിരിക്കെ കുരുരാജ്യത്തിൻ്റെ രാജാതിരാജൻ ശന്തനു മഹാരാജാവ് വേട്ടയാടുന്നതിനായി വനത്തിലേക്ക് വന്നു. അംഗരക്ഷകരും സൈനികരുമെല്ലാം ചേർന്ന് വന്ന ആ കൂട്ടത്തിലെ ഒരു സൈനികൻ ഇരട്ട കുഞ്ഞുങ്ങളെ കാണാനിടയായി. ആ വിവരം അദ്ദേഹം അതിശീഘ്രം തന്നെ മഹാരാജാവിനെ ധരിപ്പിച്ചു. കേട്ട മാത്രയിൽ അദ്ദേഹം ശിശുക്കളുടെ അടുത്തേക്ക് ഓടി. ആ തേജോരൂപിയായ ദിവ്യ ശിശുക്കളെ കണ്ട മാത്രയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൃപയും വാത്സല്യവും ഉടലെടുത്തു. അദ്ദേഹം ആ കുഞ്ഞുങ്ങളെ വാരിപ്പുണർന്നു. കുട്ടികളെയും എടുത്തുകൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് മടങ്ങി. മഹാരാജാവിൻ്റെ കൃപയാൽ വളരുന്ന ആ ശിശുക്കൾക്ക് കൃപി എന്നും കൃപർ എന്നും നാമകരണം ചെയ്തു. ശേഷം വിദ്യാഭ്യാസമെല്ലാം അഭ്യസിപ്പിച്ചു. ധനുർവേദത്തിൻ്റെ 5 ശാഖകളും, അതായത് രഥത്തിലെ യോദ്ധാക്കൾ, ആനകൾ, കുതിരപ്പട, കാലാൾപ്പട, മല്ലയുദ്ധം എന്നിങ്ങനെയുള്ള എല്ലാം കുഞ്ഞു കൃപരെ അഭ്യസിപ്പിച്ചു. അദ്ദേഹം പാണ്ഡവർക്കും കൗരവർക്കും യാദവർക്കും ധനുർവിദ്യകൾ പരിശീലിപ്പിച്ചു പിൽക്കാലത്ത് എന്നുള്ള കാര്യം ആദിപർവത്തിൽ വ്യാസമഹർഷി വ്യക്തമാക്കുന്നു. അതിനുശേഷമാകുന്നു സഹോദരിയായ കൃപിയുടെ പതിയായ ദ്രോണർക്ക് കീഴിൽ വിദ്യ അഭ്യസിക്കുന്നതിനായി 105 കുരുവംശകുമാരന്മാർ ഗമിച്ചത്. മഹാഭാരതം എന്ന മഹായുദ്ധത്തിൽ കൃപാചാര്യർ നിലകൊണ്ടത് ദുര്യോധനന്റെ പക്ഷത്തായിരുന്നു. കൃപാചാര്യരാകുന്നു അർജുനപുത്രൻ അഭിമന്യുവിൻ്റെ അംഗരക്ഷകരായിരുന്ന സുകേതുവിനെയും കലിംഗദേശ രാജകുമാരനെയും വധിച്ചത്. 18-ാം നാൾ പാണ്ഡവർ യുദ്ധം വിജയിച്ച രാത്രി സഹോദരീപുത്രനായ അശ്വത്ഥാമാവ് ഉപപാണ്ഡവരെയും ദൃഷ്ടദ്യുമ്നനെയും വധിച്ച ശേഷം അവരുടെ പർണശാലകൾ അഗ്നിക്കിരയാക്കിയത് കൃപറായിരുന്നു. ശേഷം കാലങ്ങൾ കഴിഞ്ഞ് ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തി, വിതുരർ
എന്നിവർ വനത്തിലേക്ക് ഗമിച്ചപ്പോൾ അവരോട് ചേർന്ന് ഗമിക്കുവാൻ കൃപർ ആഗ്രഹിച്ചു. എന്നാൽ ധൃതരാഷ്ട്രർ അതിനെ തടഞ്ഞു. അതിനുള്ള കാരണം എന്തെന്നാൽ ചക്രവർത്തിയായ യുധിഷ്ഠിരന് വേണ്ടി ഉപദേശങ്ങളെല്ലാം നൽകാൻ അങ്ങ് ഇവിടെ വേണമെന്ന ആവശ്യത്തിൽ അദ്ദേഹം ഹസ്തിനാപുരിയിൽ നിലകൊണ്ടു. അങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കാലം വരെ ഹസ്തിനാപുരിയിൽ കൃപർ നിലകൊണ്ടു. അതിനുശേഷം പിൽക്കാലത്ത് വനവാസത്തിനായി ഗമിക്കുകയും മഹാതപസ്വിയായിക്കൊണ്ട് ജീവൻ പരിത്യജിക്കുകയും ചെയ്തു.